നിങ്ങളൊരു ബീറ്റർ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ? ബീറ്ററിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നിവ അടങ്ങിയ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. സെല്ലർ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ബെസ്റ്റ് ഹാൻഡ് ബീറ്റർ. വെൽക്കം ടു ദ ചാനൽ TV on DT, TV on ഡൈനിങ് ടേബിൾ. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ ബോക്സിനുള്ളിൽ നമുക്ക് ഈ ഒരു ബീറ്റർ വെക്കാനുള്ള സ്റ്റാൻഡ്, അതുപോലെ തന്നെ ഹാൻഡ് ബീറ്റർ, കൂടാതെ 2 യൂണിറ്റ് ബീറ്റർ ഹുക്സ്, അതുപോലെ തന്നെ 2 യൂണിറ്റ് ഡബ് ഹുക്സ്, കൂടാതെ യൂസർ മാനുവൽ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ബോക്സിനുള്ളിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലുക്ക് തന്നെ നമുക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കാണുമ്പോൾ നമുക്കൊരു ഓക്കെയാണ് ഫസ്റ്റ് ലുക്ക്. ഈ ഒരു മെറ്റീരിയൽ, ഇപ്പം ഈ ഹാൻഡ് ബീറ്ററിൻ്റെ മെറ്റീരിയലൊക്കെ പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, അതുപോലെ ഈ ഒരു സ്റ്റാൻഡും പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ഈ ബീറ്റർ സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ് വരുന്നത്. ഇതിൻ്റെ സ്വിച്ച് കൺട്രോളൊക്കെ ജസ്റ്റ് നമ്മൾ ഈ ഒരു കൺട്രോൾ ഇങ്ങനെ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ബോർഡ് ഫുള്ളായിട്ട് അനങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അലൈൻമെൻറ്റ്, ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് ലുക്ക് നമുക്കൊരു ഓക്കെയാണ്. ഈ ഒരു ഹാൻഡ് ബീറ്ററിൻ്റെ മോട്ടർ വരുന്നത് 300 വാട്ട്സിൻ്റെ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സൈഡിലായിട്ട് നമുക്ക് സ്വിച്ച് കൺട്രോൾസ് വരുന്നുണ്ട്. നമുക്ക് 1 to 5 അത്രയും മോഡ്സ് നമുക്ക് സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. കൂടാതെ ഈ ഒരു ബീറ്റർ ഹുക്സ് നമുക്ക് അൺപ്ലഗ് ചെയ്യാനുള്ള ഒരു സ്വിച്ചും ഈ ഒരു സൈഡിൽ നമുക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു പ്രോഡക്റ്റിന് നമുക്ക് 2 ടൈപ്പ് ഹുക്സ് ആണ് നമുക്ക് വരുന്നത്. ഇത് ബീറ്റർ ഹുക്സ് ആണ് 2 യൂണിറ്റ് വരുന്നത്. ഇത് നമുക്ക് ഡഫ് ഹുക്സ് ആണ് 2 യൂണിറ്റ് വരുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം, ഈ ഒരു ബീറ്റർ ഹുക്സ് നമുക്ക് ലിക്വിഡ് ടൈപ്പ്, അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ബാറ്റേഴ്സ് ഒക്കെ നമ്മൾ ബീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ബീറ്റർ ഹുക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം എഗ്ഗ്, അതുപോലെ തന്നെ കേക്കിന് വേണ്ടിയുള്ള ബാറ്റർ, അതൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു ബീറ്റർ ഹുക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് മോസ്റ്റ്ലി ഹൈ സ്പീഡിലായിരിക്കും നമ്മൾ ബീറ്റ് ചെയ്യുന്നത്. ഡഫ് ഹുക്സ് നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമുക്ക് മാവൊക്കെ ചൂടെ ഹാർഡായിട്ടുള്ള മാവ്, ചപ്പാത്തിക്കുള്ള മാവ്, അതുപോലെ തന്നെ പിസ്സ, ബ്രെഡ്, പൂരി, ഇവയ്ക്കൊക്കെ ഉള്ള മാവ് നമുക്ക് കുഴയ്ക്കാൻ വേണ്ടി ഈ ഒരു ഡഫ് ഹുക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് യൂഷ്വലി നമുക്കൊരു സ്പീഡ് 1 അല്ലെങ്കിൽ 2 ആ ഒരു ലെവലിൽ ഇട്ടിട്ടായിരിക്കും നമുക്ക് മാവ് കുഴക്കേണ്ടി വരും. ഈ ഒരു പ്രോഡക്റ്റിന് നമുക്ക് 1 ഇയർ വാറണ്ടിയാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഹുക്സ് എങ്ങനെയാണ് ഇതിൽ അറ്റാച്ച് ചെയ്യുന്നതെന്നും അതിനുശേഷം ഇത് ഈ 2 ഹുക്സും വെച്ച് നമുക്കൊന്ന് ഉപയോഗിച്ചും നോക്കിയിട്ട് വരാം.
ഈ ഒരു പരുവത്തിന് എടുത്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇതിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ ബീറ്റിംഗ് ഒക്കെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചു. നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്തപ്പം ബീറ്റ് ചെയ്യാൻ നല്ലപോലെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡഫ് കുക്ക് ഉപയോഗിച്ച് നമ്മൾ ഒത്തിരി നമുക്ക് ഇപ്പം മാവൊക്കെ കുഴച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബീറ്ററിൻ്റെ ഐസ് കുറച്ച് കുറയാനാണ് പോസിബിലിറ്റി. അതുപോലെ തന്നെ ഈ സോഫ്റ്റ് ആൻഡ് ലിക്വിഡ് ടൈപ്പ് നമുക്ക് ബാറ്റേഴ്സൊക്കെ എപ്പോഴും ബീറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും ബീറ്ററിൻ്റെ ഐസ് കൂട്ടുന്നത്. അതിൻ്റെ ഒരു യൂസ് കൊണ്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മോഡൽ ബീറ്ററിന് നമുക്ക് ടർബോ എന്ന് പറയുന്ന ഒരു സ്വിച്ച് ഓപ്ഷൻ നമുക്കില്ല. അതായത് 5 സ്പീഡ് കൺട്രോൾ കൂടാതെ ടർബോ എന്ന് പറഞ്ഞ ബട്ടണോട് വരുമ്പോൾ നമുക്ക് നേരെ ഹൈ സ്പീഡിലേക്ക് നല്ല രീതിയിൽ ബീറ്റ് നല്ല ക്രീമി ആയിട്ടൊക്കെ എടുക്കാൻ ആ ഒരു ഓപ്ഷൻ നല്ലതാണ്. നമ്മൾ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഒരു ക്യാപിച്ചിനോ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഒരു ബീറ്റർ മേടിച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്തത്. അത് ഫിലിപ്സിൻ്റെ ഒരു മോഡലാണ്. അതിൽ ഇതുപോലെ ടർബോ ഒക്കെ ഉള്ള ഒരു മോഡൽ ബീറ്ററാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ കാണാൻ ഞാൻ അതോടെ ഇതിൽ അറ്റാച്ച് ചെയ്തേക്കാം. ആ ഒരു ബീറ്ററും 300 വാട്ട്സിൻ്റെ മോട്ടറായിരുന്നു വരുന്നത്. അതിന് ഏകദേശം നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഏകദേശം 2300 റേഞ്ചിനടുത്ത് വരുന്നുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഓൺലൈൻ തന്നെ പർച്ചേസ് ചെയ്തതാണ്. ഇതിന് ഏകദേശം നമുക്ക് ഈ MRP പ്രൈസ് 2200 സംതിങ് ആണ്. അതുപോലെ തന്നെ ഒരു 49% ഡിസ്കൗണ്ടിൽ നമുക്ക് ഒരു 1189 രൂപയ്ക്കാണ് നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്തത്. ഈ ഒരു 2 പ്രോഡക്റ്റിൻ്റെയും പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിരിക്കാം. ഈ ഒരു പ്രോഡക്റ്റ് എൻ്റെ ഒരു സജഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബേസിക്, അതായത് ഒരു തുടക്കക്കാർക്ക്, ഇപ്പം പ്രൊഫഷണലി കേക്ക് ബേക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഒരിക്കലും സജസ്റ്റബിൾ അല്ല. അല്ലാതെ ഒക്കേഷണലി വീട്ടിൽ വല്ലതും ചെറിയ രീതിയിൽ ഇപ്പോൾ ക്യാപിച്ചിനൊക്കെ ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ അല്ലാതുള്ള ബീറ്റിംഗ് ഒരു ഒക്കേഷണലി ബീറ്റിംഗ് സമയത്ത് മാത്രം നമുക്ക് ഉപയോഗിക്കാനാണെങ്കിൽ മാത്രമാണ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. പ്രത്യേകിച്ച് ഇതിന് ടർബോ എന്നൊരു മോഡും ഇല്ല. അതുപോലെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റി വൈസ് ഇതൊരു അലൈൻമെൻറ്റിനൊക്കെ ഈ ഒരു ചെറിയ ഗ്യാപ്പൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വന്നിട്ടുണ്ട്. പിന്നെ മറ്റേതുമായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട് യൂസ് ചെയ്ത ഫിലിപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതാണ് ഇച്ചിരി ബെറ്റർ എന്നാണ് എൻ്റെ ഒരു ഫീല്. പക്ഷേ അതനുസരിച്ച് റേറ്റ് വ്യത്യാസമുണ്ട്. ആ ഒരു പ്രോഡക്റ്റിന് ഏകദേശം 2000-നടുത്ത് ഒരു 1189 ആണ്. അപ്പോൾ ഒരു 1000 റുപ്പീസിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പം നമ്മുടെ യൂസേജ് അനുസരിച്ച് നിങ്ങൾക്ക് ഇത് മേടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റുകൾ ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമ്മൾ കാണും വരെ ബൈ.